ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒറ്റപ്പാലത്തല്ല കേട്ടോ, നമ്മൾ എൻ്റെ വീട്ടിലാണ്. ഇവിടെ വിഷുവേലയാണ് കേട്ടോ. ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ വിഷുവിന് വന്നതാണ്. ഇന്ന് 2-ാം തീയതിയാണ് കേട്ടോ. 2-ാം തീയതിയാണ് നമ്മളിവിടുത്തെ വിഷുവേല വരുന്നത്. 1-ാം തീയതിയും വേലുണ്ട്, പക്ഷെ നമ്മൾ അതിനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ 2-ാം തീയതി നമ്മൾ ഇവിടുന്ന് വേല കൊണ്ടുപോകണം. അപ്പോൾ നല്ല രസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അമ്പലത്തേക്ക് പോവാ, ഉണ്ണി ഞാനും കൂടെ ഒന്ന് നമ്മുടെ ചുട്ടപ്പനെയും കൊണ്ട് പോവാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേനും എനിക്ക് സ്റ്റൊമക്ക് പെയിൻ വന്നു കൈസ്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം ഞാൻ നല്ല രാത്രിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പോവാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴും അതെ, എനിക്കൊരു നല്ലൊരു നാളിൽ എന്തെങ്കിലും ഒരു മുടക്കം കാണും കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ ടെൻഷൻ, ഇനിയിപ്പോൾ വയറുവേദന വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വേലയും എന്താവും. അങ്ങോട്ട് വേലയുടെ അങ്ങോട്ട് പോകുന്നില്ല, എന്നാലും നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അതൊരു നല്ല രസമല്ലേ. ഓക്കെ, നോക്കാം. പിന്നെ വാക്കുട്ടിയൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഉണ്ണീനെ ഞാൻ എണീപ്പിച്ചു കേട്ടോ. ഞാനും ഉണ്ണിയും കൂടിയാണ് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. വാക്കുട്ടി ഇന്നലെ തന്നെ പറഞ്ഞു, ഇവർ സിനിമയ്ക്ക് പോയിട്ട് വൈകിട്ടാണ് വന്നത് ഇന്നലെ. അപ്പോൾ വാക്കുട്ടി ഇന്നലെ തന്നെ പറഞ്ഞു, മമ്മി എന്നെ വിളിക്കണ്ട, എനിക്ക് ഉറക്കം ശരിയായില്ല വെച്ച പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു ഉണ്ണി. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരാതിരിക്കില്ല. വാക്കുട്ടി എന്തെങ്കിലും തട്ടുതരകട കാണിക്കും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മളെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. മറ്റ് ചേച്ചിമാരൊന്നും വന്നിട്ടില്ല, ഞാൻ മാത്രമേ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവരൊക്കെ ഇനിയിപ്പോൾ ഓണത്തിനാണ് തോന്നുന്നു വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഉണ്ടെച്ചാൽ നല്ല രസമായിരുന്നു, പക്ഷെ അവരൊന്നും ഇല്ല. അപ്പോൾ ലേറ്റ് ആയിട്ട് കിടന്നിട്ട് രാവിലെ നീക്കുമ്പോൾ ഒന്നാമത് എനിക്ക് വയ്യ. എന്നിട്ട് ഓക്കെ ശരി എന്തായാലും നീക്കാം, മമ്മി ഇന്നലെ അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പോവാട്ടോന്ന്. അപ്പോൾ ശരി ഓക്കെ പറഞ്ഞ് നീറ്റ് നോക്കണോ, ആളിങ്ങനെ നീക്കണോ ഇന്ന് അമ്പലത്തിൽ പോണില്ല. എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നീക്കില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വയറുവേദന വന്നു കേട്ടോ. മറ്റേ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഇവിടെ വേലയാണ്. അപ്പൊ വിഷുവേലയാണ്. അതിന്റെ വിഷുവേല സംബന്ധിച്ചുള്ള വ്ളോഗാണ്. എന്റെ കുളി കഴിഞ്ഞു. ഞാൻ അങ്ങനെ പിന്നെ അങ്ങോട്ട് കുളിച്ചു. പിന്നെ ഇനി വാക്കുട്ടി നീച്ചിട്ടില്ല. ഇവര് ഷോപ്പിങ്ങിന് പോകണം. കർട്ടൻ ഒരാളിനെ വീഡിയോ എടുക്കണ്ട വെച്ചിട്ട് കർട്ടൻ കെട്ടിക്കൊണ്ട് നിൽക്കണ്ട. താഴത്തേക്ക് ഷർട്ട് ഇട്ടിട്ടില്ലേ, കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഉണ്ണി പാവം ഉറക്കം ഉണർത്തിയിട്ട് കണ്ട. ആന്റി ഇന്നലെ സിനിമയ്ക്ക് പോകുമ്പോഴും കണ്ടല്ലേ ഈ ബാഗ്. അത് പണ്ട് ഞാൻ അച്ചുട്ടിക്ക് വാങ്ങിക്കൊടുത്ത ബാഗല്ലേ, എന്റെ ഓർമ്മാത്മകമായിട്ട് അവര് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇവര് ഷോപ്പിങ്ങിന് പോണ, ഇവര് പോകേണ്ടവര് വീഗാലാൻഡിക്ക് ടൂർ പോകണത് പറയും. അല്ല, അവര് പച്ചക്കറി വാങ്ങാൻ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, എത്ര ചിക്കനൊക്കെ. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അതെ, ചിക്കനൊക്കെ വാങ്ങിച്ചു. ഉണ്ണി പാല് വാങ്ങിക്കണേ. ആന്റി പിന്നെ ഗേറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. ബായിടാ, നോക്കി പോയിട്ടോ കേട്ടോ. നീ ഓൾ ദി ബെസ്റ്റ് ഇടാ. ഞാനില്ലെങ്കിൽ എന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും. മമ്മിയുടെ സ്കൂളൊക്കെ ഉണ്ടാവും അവിടെ നോക്കണം. എന്റെ ഒപ്പം പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയണേക്കണേ. മമ്മി നിങ്ങളെയൊക്കെ തെരയുന്നുണ്ടെന്ന് പറഞ്ഞേക്കണം. പോണോ അങ്ങോട്ട്? ഇങ്ങോട്ട് എടുക്കണം ഒന്നും കൂടി. അവിടെ മുട്ട നോക്ക് അപ്പുറത്ത്. ഒന്നും കൂടി ഫ്രണ്ടിക്ക് എടുക്ക്. ഒന്നും കൂടി ഫ്രണ്ടിക്ക് എടുത്തിട്ട് ചരിച്ചെടുക്ക്. പൊക്ക പൊക്ക. ഇനി ഫ്രണ്ടിക്ക് വാ. ആളങ്ങ് ബാഗിൽ വണ്ടി വരുന്നുണ്ട് ഉണ്ണി. ഒന്നും കൂടി ഫ്രണ്ടിക്ക് വാ.
പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വീടിന് മുൻപിൽ ഇങ്ങനെ വീടുകളൊന്നും ഇല്ല, നിങ്ങളെ വീടെന്താ കാട്ടിലാണോ ചോദിച്ചിട്ട് കേട്ടോ. നമ്മുടെ വീട് കാട്ടിലൊന്നും അല്ല, നമ്മളെ ഇവിടെ നിറച്ച് വീടുകളുണ്ട്. നമ്മൾ ഒറ്റപ്പാലം പോലെ ഇങ്ങനെ കുറേ വലിയ ടൗണും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുറേ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് നമ്മളെ നാട് എത്രയായാലും നമ്മളെ നാട് തന്നെയല്ലേ, അതുകൊണ്ട് നമുക്കിങ്ങനെ കുറ്റമൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇതൊന്നും വേറെ ഉള്ള ആൾക്കാർ തോടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കൃഷി കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ മരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണി മറ്റേ ആൻറ്റിയും കൂടി പോകുമ്പോൾ വാവയാണിച്ചാൽ വാവ ഇങ്ങനെ പറയും ഇങ്ങനെ ചേച്ചി റൈറ്റ് എടുക്കുക ലെഫ്റ്റ് എടുക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞാനാണ് കേട്ടോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവൾ അങ്ങനെ താഴത്തേക്ക് ഇറക്കി. നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നല്ലൊരു ഹൈറ്റിലൊരു കയറ്റുണ്ട് കേട്ടോ, അവിടെ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സുട്ടപ്പനെ അവളെ ഇറക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇപ്പോൾ പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഇവറ്റങ്ങളാണെന്ന് ഫോണും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ടെൻഷനായി, ഇവന് തിരഞ്ഞു പോകണോ എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടോ. പിന്നെ എന്തോ കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നു. ഇതിപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരങ്ങനെ ഏതാണ്ടപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മൾ ഒരു കളപ്പാറ കുത്തന്നൂർ എന്നൊക്കെ പറയും, അവിടെയാണ് സ്ഥലം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. പിന്നെ ഇവരിവിടെ എന്തോ നിർത്തിയിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ പിന്നെ പോയി വല്ല സീറ്റ് ബെൽറ്റ് ഇടാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, ആൾ പറഞ്ഞു മുഖം കാണിക്കണ്ടെന്ന്. അപ്പം ഞാൻ തലയിലുള്ള മുടി വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ ഇതൊക്കെ മോളിക്ക് നിൽക്കണൊക്കെ എൻ്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞതാ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇയാളുടെ മുടിയൊക്കെ ഇങ്ങോട്ട് വെട്ടിക്കൊടുക്കാൻ. അപ്പം ഇന്ന് വിഷുവൊക്കെ അല്ലേ, ഇന്ന് വിഷുവേലയാണ് കേട്ടോ അവിടെ. അപ്പം കാളയുടെ കൂടെ പോണ മെയിൻ ആളാണ്. നമുക്ക് മുടിയൊക്കെ വെട്ടിയൊന്ന് സെറ്റാക്കി കൊടുക്കാം. പുറത്തിറങ്ങാൻ പറ്റാതാകുമെന്നാണ് ലാസ്റ്റ് എൻ്റെ പേടി. കഴിഞ്ഞു. 50 രൂപയാണ്. ഹലോ, അപ്പോൾ വയറുവേദനിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പതുക്കെ സൈഡാവാൻ തുടങ്ങി. അപ്പം ഞാൻ കഴിക്കുകയാണ്. എന്താ പറയുക, അനാറും ഒരു ആപ്പിളും ഞാൻ രാവിലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് അനാറ് വരുമ്പോൾ കൊണ്ടുവരുന്നു, അതൊക്കെ കേട് വന്നു. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഒരു അനാറും ഒരു ആപ്പിളും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ, അതൊക്കെ കേടുവന്നിരിക്കുന്നു. ഒരു ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറന്നിട്ടേ. അവിടെ നിന്ന് കൊട്ട് വെക്കുന്നുണ്ടോ നിങ്ങൾക്ക്, നമ്മളുടെ വേലയുടെ കാള കെട്ടിനോടത്തുനിന്നാണ് കേട്ടോ കൊട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ വന്നിരുന്നതാണ് വെറുതെ. അമ്മ അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ണിയും ആൻറ്റിയും വന്നിട്ടില്ല കേട്ടോ, അവർ പോയിട്ട് ഉണ്ടോ. ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണേ. ഇതാണ്ടോ വന്നു കേട്ടോ. കുറേ നേരം കൊണ്ട് ഞാനിവിടെ കാത്തിരിക്കുന്നതാണ്. പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തലതാഴ്ത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയിരിക്കുക പറയാതെ. ഇവര് പേടിച്ചിട്ട് ഇരിക്കട്ടെ. ഞാൻ എത്ര നേരം കാണാണ്ട് രണ്ടാളും ഫോൺ കൊടുത്തിട്ടില്ല. അല്ല, എന്താ നിങ്ങളുടെ വിചാരം? ഞാൻ സത്യത്തില്ലേ, നിങ്ങളൊരു എക്സിബിഷന് പോയോ? കുലൂല പോണെന്ന് പണ്ടാരും പേടിച്ച് ഇവിടെ ഇതായിരുന്നു. ഞങ്ങള് ലുലു വരെ പോയിട്ട് വരിക. പൊക്കോളി അടുക്കളേക്ക് നിങ്ങളുടെ കുലു കൊണ്ട്. അയ്യോ, ഇതെന്തൊന്നും എടുക്കാണ്ട് പോണേ. അല്ലേ, എന്ത് നേരം കോഴിക്കോട് ഇനോഗ്രേഷൻ ചെയ്തിട്ടാ വരുന്നത്. നല്ല തിരക്ക്. ആ തിരക്കുണ്ട്, എന്നാലും 3 ദിവസം ഇതിന് വേണ്ടി മാവില്ല. എത്ര കടയിൽ പോയി ചോദിച്ചു എണ്ണൊക്കെ ഞങ്ങൾ പറയും. അല്ല, നേരെ കൊണ്ടുപോയോള്. കുഴപ്പമില്ല. അതെ, നേരെ ഒന്നും കൂടി ബാക്കിലേക്ക് എടുത്തിട്ട് നേരെ നിർത്തിക്കോ. പിന്നെ ഫോൺ എടുത്തിട്ട് പോകണ്ട ഉണ്ണി, ഫോൺ ഇവിടെ വെച്ചിട്ട് പോവോ? മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ വയറുവേനയുടെ? സൈക്കിൾ വാങ്ങിയോ? ശരി. വേറൊരു സാധനം പറഞ്ഞില്ലേ, അത് വാങ്ങിയോ? ഇതെന്താ? ടാസ്കിംഗ് ആയിട്ടുള്ള ട്രിപ്പ്. കാരണം കുഞ്ഞു റോഡ്, വലിയ വണ്ടികൾ, കൊറേ ജംഗ്ഷൻ, അവിടെ ഈ സാധനങ്ങൾ 700 സാധനം വാങ്ങാൻ നിർത്തണം. നീ ജയിച്ചില്ലേ? ഞാൻ എനിക്കൊരു ആൻറ്റി അടുത്ത് ചോദിക്കാം, ഇങ്ങോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണിയുടെ ഒരു എക്സ്പീരിയൻസ്? ഇനി നിങ്ങളെ ശീലാക്കരുത് കേട്ടോ. രണ്ടും കൂടി രാവിലെ 8:30 പോയതാ.
ഇപ്പോഴാണ് വരുന്നത്. രാവിലെ കുളിച്ച് സുന്ദരി ഞങ്ങൾ എവിടുന്ന് വാങ്ങിട്ട് വരാറില്ല നമ്മളെ മമ്മിക്ക് വയ്യാണ്ടായിട്ടോ. അപ്പൊ അതുകൊണ്ട് മമ്മിക്ക് കിടക്കാൻ ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വാവുക്കുട്ടി അവിടെ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട് നമ്മളൊക്കെ എല്ലാ ഇപ്പോൾ അംഗസംഖ്യ കൂടിയില്ല, അതുകൊണ്ട് നല്ല മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതാക്കുക. പിന്നെ മമ്മിയും ആൻറ്റിയും കൂടി കുക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോയി. മമ്മിക്ക് വയ്യ, അതുകൊണ്ട് മമ്മി കിടക്കാൻ പോവാണ്. ഗൈസ് നമ്മുടെ സുന്ദരിക്കുട്ടി കിടന്നു. ഹലോ അതെ, നമ്മള് ദൈവങ്ങൾക്ക് അമ്മച്ചൻ മമ്മി പോയ സ്ഥലത്ത് വെള്ളം കൂടി തെളിച്ചു വിട്ടു. ആട്ടി വെള്ളം തെളിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ വെച്ചാൽ മമ്മി നമ്മള് ഫുഡ് ദൈവങ്ങൾക്ക്, ഇവിടെ ഉള്ള ദൈവങ്ങൾക്ക് മുത്തശ്ശിമാർക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മമ്മിക്ക് തൊട്ടുമുട്ടാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് മമ്മി വന്ന് കിടന്നു. ഓക്കെ, ബൈ ബൈ. അമ്മച്ചനോട് താങ്ക് യു പറയുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞ കണ്ണന് കൈ കണ്ണൻകുട്ടി പാവന്ന് എന്താ വേലയ്ക്കും വേലയ്ക്കും കരികൾക്കൊക്കെ പോവാണ്. പിന്നെ ഞാനല്ലേ ഇവിടെ ഇപ്പൊ മൂത്ത പേരുകുട്ടി ഇപ്പൊ ഞാനാണല്ലോ. അപ്പൊ ഞാനാണ് കൈകിട്ട് കണ്ണിന് കൊടുക്കുന്നത്. കണ്ണാ പാടാ കാല് പിടിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞോ. ഞാൻ കണ്ണന് കിട്ടില്ല, നിക്ക് കണ്ണന് കിട്ടില്ല. ഞാൻ വിട്ടെടുക്കണ കണ്ണെന്താ നിങ്ങ നിക്കണ പേടി നിക്ക്. ഞാൻ നേരെ എടുക്കാൻ നിക്ക്. ഞാൻ നീക്കട്ടെ നിക്ക്. ആ അനുഗ്രഹം പത്ത് കാല് തൊടലാണ്. ഞങ്ങള് വരുന്ന രാത്രി. ശരി, ബൈ. പൈസ ഇഷ്യൂസ് വന്നാൽ ജസ്റ്റ് കോൾ മീ. ഗീവ് എ കോൾ. ഗൂഗിൾ പേ കൂടി ഇല്ലടാ. അത് ജിപേ ചെയ്തതാ. അവരുടെ 50 രൂപ മുകളിലുണ്ടാവില്ല. അല്ല, ഇപ്പൊ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണപ്പനും നമ്മുടെ വാവച്ചിയും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. വാവച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, കണ്ണപ്പൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വേലയ്ക്ക് പോണില്ലടാ. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇതില്ലേ, ഡ്രസ് കോഡ് ഇല്ലേ? അതെയോ? ഓക്കെ. എങ്ങനത്തെ കളറാ? ഇടുമ്പോ കാണാല്ലേ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ. ദോശ, ചിക്കൻ കറി, പിന്നെ ഇത് ഇവിടുത്തെ കുമ്പളങ്ങിയും ചിക്കനും, പിന്നെ അന്ന് മമ്മി ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചിക്കനും കുമ്പളങ്ങി. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റെഡി ആവണമല്ലോ കേട്ടോ. ഞാൻ തന്നെ ടോപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി റെഡി ആവണം. എന്തായാലും കഴിച്ചിട്ട് റെഡി ആവാമെന്ന് ഓർത്തു. ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു. അപ്പോൾ കഴിക്കട്ടെ, പോയിട്ട് കഴിച്ചിട്ട് റെഡി ആവും. തന്നെ ടോപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതാണ് നമ്മളെ കണ്ണപ്പൻ്റെ കോസ്റ്റ്യൂം. എന്താണ് ഇന്നിപ്പോൾ കണ്ണൻ ഇപ്പം എന്തൊക്കെ ഇന്നിപ്പോൾ വേലയ്ക്ക് ചാടുന്നൊന്നും എനിക്കറിയില്ല അല്ലേ കണ്ണ? ഡാൻസിന് സ്റ്റെപ്പൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൻ. അതെ അതെ, ഇവിടെ ഡ്രസ് കോഡ് ഇപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനത്തെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കണ്ണ, നല്ലതായിട്ടുണ്ട്. ഇതിനൊന്നും കേട്ടോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ വട്ടം ഏതോ ബ്ലാക്ക് ഉണ്ടായിരുന്നു കാവ്യമുണ്ടൊക്കെ, അതിന് മുൻപ് കേട്ടോ. അതേ ഡ്രസ്സിന്റെ പോലെ തന്നെ ട്രൗസർ. അത് മരുന്നിട്ട് ഷൂ ഒക്കെ ആയിട്ട്. പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നു. ശരി, പ്രാവശ്യം എല്ലാവർക്കും ഒരുപോലെ. ഇവര് ചെറിയ പൊടീസൊക്കെ വേറെ സെക്ഷനായിട്ട് ഇവര് എങ്ങനെയാ ചൂടത്ത് പോവുക ദൈവമേ, വേറെ സെക്ഷനായിട്ട് ഇവരെന്താ ചെയ്യാച്ച വേറെ ഇതാക്കും കേട്ടോ ഡ്രസ് കോഡ്. അപ്പൊ ഇപ്പഴേ സുന്ദരി റെഡി ആയിട്ടുണ്ട്. അടുത്ത സുന്ദരി അവിടെ റെഡി ആവണേ ഉള്ളൂ. അത് പിന്നെ എല്ലാം പതുക്കെയാണ്. ഓക്കെ, ചെറുതല്ലേ? ചെറുത് പറയണത് കഴിച്ചില്ല പറയാൻ. അവളുടെ മുന്നേ ഞാനാ കുളിക്കുന്നത്. എന്റെ കുളി കഴിഞ്ഞു, തല നനച്ചു. അവള് അപ്പൊ കഴിച്ചത് ഇറങ്ങട്ടെ ഒന്നു. ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. ചെറുതിന് കാത്തു നിന്നിട്ട് ചെറുത് ജമ്മത്ത് പുറത്തു വരണില്ല കേട്ടോ. ചെറുത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് അഭ്യാസം കാണിക്കുകയാണ്. ഇത് ഷോർട്സിന് എടുത്താണ് കേട്ടോ ഞാൻ. അപ്പൊ എന്തായാലും ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബൈ ഗൈസ്, ഞങ്ങൾ പൂരത്തിൽ പോവാൻ പോവാണ്. ചേച്ചി അനിയത്തിയും കൂടി റെഡി ആയിട്ടുണ്ട്. എല്ലാം കളഞ്ഞു. എനിക്ക് ഇവിടെ കൂടെ തൊന്തരവാണ് ഗൈസ്.
ഞാൻ പറഞ്ഞുതരാം. മാനം കളഞ്ഞു വെച്ചാ ഇന്നലെ സിനിമയ്ക്ക് പോയി. അപ്പൊ ഇവള് പറഞ്ഞു ലോക്ക് ശരിയില്ല അത്ര. ചേച്ചി ഇവിടെ നിക്കിട്ടോ പറഞ്ഞിട്ട് ഇവള് ബാത്റൂമില് മറ്റേ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ അവള് പിടിക്കുന്ന ധൈര്യത്തിൽ ഞാൻ പോയി പുറത്തൊന്ന് കുത്തിയിട്ട് ഞാൻ വേറെ അപ്പൊ വേറെ ചേച്ചി ഒന്ന് തുറന്നു. അതാണ് മാനം പോയി എന്ന് പറയുന്നത്. എന്റെ പുറത്തുനിന്ന് കുച്ചിട്ട് ആൾക്കാരെന്താ വിചാരിക്കും ഇത് കാലിയാണ് പറഞ്ഞ് തുറന്ന് കയറില്ലേ ചെയ്യാ. ഇത് പുറത്തുനിന്ന് കുച്ചിട്ട് അപ്പുറത്ത് അച്ഛൻ പുറത്തുണ്ട് ഒന്ന് പിടിക്കിട്ട് അച്ഛൻ ഇവിടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. 2-3 അതല്ലേ അവിടെ മാമൻ വെയിറ്റ് ചെയ്ത് നിൽക്കാനിട്ടാ. മാമന്റെ ഡ്രസ് കോഡാണ്. 2-3 ദിവസമായിട്ട് എനിക്ക് തന്നെ തോന്നി ഈ കുട്ടീനെ ഞാൻ എന്തിനാ ദ്രോഹിക്കണത്. അമ്മ അതിന് അവളെ ചെയ്തിട്ട് 2 ദിവസമായിട്ട് ഞാൻ പ്രതികരിക്കണില്ല. പാവല്ലേ കൊണ്ട് വിടുകയാണ്. എന്റെ കുട്ടികളെ നേരെ നോക്കട്ടാ. കൊടച്ച് ആൻറ്റി അടിച്ചു വെക്കി. വേഗം പൊക്കോ. അതിലൊക്കെ ഒരു വെയിലുണ്ടാവും കൂടെ കേട്ടോ അവിടെ. അപ്പൊ ബൈ ബാബേ. അപ്പോൾ ഇതാണ് ഞാൻ റെഡി ആയിട്ടുണ്ട്. അവരിവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ബൈ. അവർ പോയിട്ട് വരട്ടെ. ഒന്നും കൂടി നിന്ന് ഫോട്ടോ എടുക്കാണ് കേട്ടോ. മതി ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴേക്കോ വേല പോവും. അപ്പോൾ വേല വരുന്നതിന് മുൻപ് നമ്മുടെ വീടിന് മുന്നിൽ ഒരു പൂത്തിരി കത്തിക്കാറ് പതിവുണ്ട് കേട്ടോ അച്ഛൻ. അതാണ് കാത്തു നിൽക്കുന്നത്. അവിടെ കൊട്ടും പാട്ടും DJയും കളിക്കുമ്പോൾ നെയിൽ പോളിഷ് ഇടുക. ഇത്ര നേരം അടുക്കളയിൽ പാവം ചിക്കൻ കറിയും ദോശ ഉണ്ടാക്കി വീഡിയോ എന്ന് അറിഞ്ഞാൽ നെയിൽ പോളിഷ് ബാക്കിക്ക് ഒറ്റയിടൽ അറിയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എന്ന് അറിയാണ്ട് അതെ വെറുതെ ഇരിക്കണം. അയ്യോ എന്റെ ഡാഡി പോയോ? ഹലോ. അല്ലല്ല അവിടെ മറ്റത്ത് കത്തിക്കാണ് കേട്ടോ പൂത്തിരി. ഇതുണ്ടോ അപ്പം അങ്ങനെ അച്ഛൻ അവർ വരുമ്പോഴത്തേനും വേഗം പൂത്തിരിയൊക്കെ കത്തിച്ചു കേട്ടോ. പിന്നെ DJ ആണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നന്നായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഇവരുടെ കൂടെ ഇടയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വെച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചു പാർട്ടീസൊക്കെയാണ് വരുന്നത്. അച്ചു തണ്ട ഈ ഇടയിൽ കൈ ഇങ്ങനെ ടാറ്റ് കാണിച്ചത് അതാണ് നമ്മൾ അച്ചുട്ടി. പിന്നെ എൻ്റെ അനിയന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ. അവരൊക്കെ വരുന്നില്ലേ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയല്ലേ എന്നിട്ട് ഇവർ പുറകിലേക്കോട്ട് പോകാമെന്ന് ഓർത്തു കേട്ടോ. പിന്നെ ഇതാണ്ടോ ഇവരൊക്കെയാണ്. പിന്നെ ഇവരിപ്പോൾ ഇങ്ങനെ സൈലൻ്റായിട്ട് പോകുന്നത് കണക്കാക്കണ്ട. ഏട്ടൻ ചൂടുവെള്ളം വയ്യാച്ചിട്ട് ഓടി ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അവന് ഇതെൻ്റെ അച്ഛൻ്റെ അനിയനാണ്. എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വേഷങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ കൂടെ പോയി. ഞാൻ ഇത്ര കാലം ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കൂടെ പോയിട്ടോ. വെയിൽ കൊണ്ടാലും വേണ്ടില്ല വെച്ചിരുന്നിട്ട് അപ്പുറത്തെ കൂടെ വരികയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതാണ് ഈ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഉണ്ണിയും ഭാവിയും സെറ്റാണ്. നമ്മുടെ സൗമ്യയുടെ കുട്ടികളും ഉണ്ട്. ഇവരെന്നെ കാണാത്ത ഭാവത്തിൽ പോവല്ല ടാറ്റ തരുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ കണ്ണനും പാർട്ടിയും വരുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ കളിക്കാൻ തയ്യാറായിട്ട് പോവാണ്. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഈ ടാറ്റ തന്നേക്കുന്നത്. ബാക്ക് സൈഡ് മാത്രമേ കാണുള്ളൂ. അത് സൗമ്യയുടെ മക്കളും എൻ്റെ മക്കളുമാണ്. അവർ മറ്റേ വെയിലുള്ള വയ്യാണ്ട് ഓടാണ് കേട്ടോ. ഞാൻ എൻ്റെ പുറകുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്നു വന്നിട്ട് ഇവിടെ നിന്നേക്കാണ്. നമ്മളെ വേല അപ്പുറത്തെ വീട്ടുകളിൽ കൂടെ പോയിട്ടോ. അപ്പം മാമൻ എല്ലാവർക്കും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവരിവിടെ അങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഞാനും ഇതിൻ്റെ ഇടയിൽ പെട്ട പോലെ ആയിട്ടോ. ഇനി പിന്നെ എന്തായാലും വേലയിലേന്ന് ഓർത്ത് നിന്നതാണ്. അപ്പോൾ അവരവിടെ പോയിട്ട് തിരിച്ച് വരികയാണ്. ഇനി ഇവർ നേരെ പോകുന്നത് അമ്പലത്തേക്കാണ് കേട്ടോ. അപ്പോഴത്തേന് ഇരുട്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ കാളാട്ടോ. അപ്പോൾ ഇതിൽ നമ്മളുടെ അമ്മച്ചൻ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇരിക്കുക. എല്ലാ വർഷവും അമ്മച്ചൻ ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്മച്ചനെ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഹായ്. മൊട്ടത്തല കെട്ടി വെച്ചെനിക്ക് പൊള്ളും. ബൈ. മൊട്ടത്തല കെട്ടി വെച്ചോ?
നമ്മൾ ഉണ്ണിവാവയും അതുല്യം അനിഷ്മയൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമുക്കത് ഫുള്ളായിട്ട് വെക്കാനും പറ്റില്ല. പാവങ്ങൾ വെയിലത്ത് നിന്നിട്ടാണ് കേട്ടോ കളിക്കുന്നത്. ഞാനാണെച്ചാൽ ഒരു സൈഡിലേക്ക് ഒരു കുടയും പിടിച്ച് മാറി നിന്നു, കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഇതിനിങ്ങോട്ട് പോന്നു എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ എനിക്ക് വേണ്ടാന്നായി. പിന്നെ നമ്മൾ വിഷുവിനൊക്കെ വരുമ്പോഴാണ് കേട്ടോ കുട്ടികളെല്ലാവരും ഒന്നിച്ച് കാണുക. പക്ഷേ അവർ അപ്പോൾ കാണുമ്പോഴും ആ ഒരു സൗഹൃദം നിലനിർത്താറുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരാളൊന്നുമല്ല, വല്ലപ്പോഴാണ് വരിക. ഇത് നമ്മൾ അച്ചുട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചുട്ടിയുടെ അടുത്തേക്ക് ക്യാമറ തിരിച്ചിട്ടുണ്ട്. അച്ചും അച്ചുട്ടിയുടെ ടീമാണ് കേട്ടോ ഇത്. പിന്നെ വെയിലാണെച്ചാലും ഏട്ടൻ വാ 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 പറഞ്ഞ് എന്നെ വിളിച്ചുകൂട്ടി കൊണ്ടുപോയതാണ് കേട്ടോ, എന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു സന്തോഷം എന്താ വെച്ചാൽ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവരാണ് കേട്ടോ. ഒരുപാട് സന്തോഷം നമ്മുടെ നാട്ടുകാരനെ ഇങ്ങനെ പറയുമ്പോൾ. പിന്നെ ഉണ്ണി വാവയൊക്കെ തകർപ്പൻ ഡാൻസാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെയിലൊന്നും അവർ നോക്കുന്നില്ല. ഫസ്റ്റ് ഞങ്ങൾ വെയിലുണ്ട് വെച്ചിട്ട് വരാതിരുന്നതാണ് കേട്ടോ. വന്നില്ല വെച്ചാൽ നമുക്ക് നഷ്ടമായേനെ. കാരണം എന്തെങ്കിലും ഒരു ദിവസമൊക്കെ ഉള്ളൂ ഈ സന്തോഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വെയിലാണെച്ചാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് പോരുക. എനിക്ക് തലവേദന ഇളകുന്ന ഒറ്റ കാരണമാണ് കേട്ടോ ഞാൻ വെയിൽ കൊള്ളാത്ത, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് അതിലും വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാട്ടോ. പെൺകുട്ടികളെല്ലാവരും ഇറങ്ങി അങ്ങോട്ട് കളിക്കുന്നത് കാണാൻ തന്നെ. കാരണം പണ്ടൊക്കെയാണ് എല്ലാം എല്ലാവരും നാണിച്ച് നിൽക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പെൺകുട്ടികൾക്കും ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവിടെയും കണ്ടുവരുന്നുണ്ട് കേട്ടോ. വിഷു വേലയ്ക്കൊക്കെ നമ്മളുടെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പോയിരുന്നു വേലയ്ക്ക്, അതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വിഷു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമില്ല. ഇതൊക്കെ നമ്മളെ ഏട്ടന്മാരും അനിയന്മാരും അവരുടെയൊക്കെ മാമന്മാരും എല്ലാവരുമാണ്. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് പോവും. അപ്പോഴത്തേനും ഇവരൊക്കെ ക്ഷീണിക്കുന്നതാണ് തോന്നുന്നത്. നമ്മൾ പെൺകുട്ടികളൊന്നും അങ്ങോട്ട് കാവിലേക്ക് ഇപ്പോൾ പോവില്ല കേട്ടോ. ഇവരിത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരികയാണ് ചെയ്യുക. പിന്നെ നമ്മളൊരു പ്രത്യേകത എന്താ പറയുക, ഇപ്പോൾ ഇവരൊന്നും ബ്ലാക്ക് ഡ്രസ്സ് വേണിച്ചിട്ട് പറഞ്ഞിട്ടതൊന്നും അല്ല കേട്ടോ. ഇവരറിയാതെ ഇട്ടപ്പോൾ അങ്ങനെ ഒരു ഡ്രസ് കോഡ് പോലെ ആയിപ്പോയതാണ്. നമ്മളെ വീട്ടിലും അതെ കേട്ടോ. നമ്മൾ എങ്ങനെ പോയാലും ആരെങ്കിലും ഒരു 2 പേരും ഒരേപോലുള്ളൊരു ഡ്രസ്സ് ഇടും. ഇത് നമ്മളന്ന് സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ് ഉണ്ണിയും അവിടെ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് വൈറ്റിനേക്കാളും ഒന്നും കൂടി ഇഷ്ടമായത് ബ്ലാക്കാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കാരണം നന്നായിട്ടുണ്ടായിരുന്നു. ഇവർ കുറേ എടുത്തുല്ലോ, അതെല്ലാം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇട്ട് കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കാരണം കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഒക്കെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്കുള്ള റോഡിലേക്ക് കയറി കേട്ടോ. ഇനി നമ്മൾ നേരെ ഇങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഒരു പാടം വഴിയാണ് കേട്ടോ പോവുക. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ. ഇവരാണ് അങ്ങോട്ട് പോവുള്ളൂ. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറിയ പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്.
അപ്പം നമ്മളെ പൊന്നോമനെ കണ്ട മുത്തിരിക്കുന്ന കണ്ട അങ്ങോട്ട് പോകണം കേട്ടോ. നല്ല ചുഖമാണ് കയറി മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത് കേട്ടോ. പാവം ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ടാറ്റാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിയാണ് കേട്ടോ. ഇവരിഞ്ഞ് നേരെ കാവലിക്ക് കയറും. ചെണ്ടമേളക്കാരും നമ്മളെ കുതിരയും DJയും പാർട്ടിയും എല്ലാവരും കൂടി പോയിട്ട് അങ്ങോട്ട് പോയിട്ട് വരട്ടെ കേട്ടോ. നമ്മൾക്ക് ഇതാണ്ട് ഈ വഴിയുടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇനി നമ്മൾ രാത്രി വേണമെങ്കിൽ അമ്പലത്തേക്കൊന്ന് പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ വിഷുവേലയുടെ വീഡിയോ. ഇത് കൂടുതൽ നമ്മൾ പ്രവാസികൾക്കൊക്കെയാണ്, നാട്ടിലില്ല അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അവർ പോയി നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഞാൻ മുടീനൊക്കെ നെറുകയിൽ പിടിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ചൂടെടുത്തിട്ട്. ഹലോ ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ക്ഷീണിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. തണുത്തോളം കുടിച്ച് ദാഹം മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും കളിക്കില്ല പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ എല്ലാവരും കളിച്ചു, നല്ല ബ്ലാക്കും അടിപൊളിയായിരുന്നു. കൂടി ഇട്ടപ്പോഴേ ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയി ഇട്ടപ്പോ ഞങ്ങൾ ഒരു കോഡ് പോലെ എപ്പോഴും അങ്ങനെ എന്തേലൊക്കെ ഇതിനങ്ങനെ പോകുമ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കോഡ് പോലെയോ. ശരി ശരി. ചുണ്ണി മാത്രം വെയിറ്റ് ആയിരുന്നു. കുഴപ്പമില്ല. ഞങ്ങൾ അതല്ലേ ഈ വീട് ഇത്ര നമ്മുടെ വിഷുവേല സ്പെഷ്യൽ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അതിന് രാത്രി നമ്മൾ പോകുന്നുണ്ട്. ഞാനതിൽ ചേച്ചീനെ മുത്തുമണി വിളിക്കുന്നുണ്ട്. ആള് കേട്ടിട്ടില്ല. ഞങ്ങളിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് ട്രോള് കേട്ടോ. കാരണം എന്താ ചാളിന്റെ നോക്കണില്ല. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു വീഡിയോ വൈകിട്ട് സമ്മതിക്കോ? അത് കേൾക്കണില്ല. ഓക്കെ ബൈ. ബൈഡാ. അപ്പം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണപ്പൻ വേലയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ രാത്രി പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞങ്ങൾ പോയില്ല കേട്ടോ. അവനെനിക്ക് എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് ടെൻറ്റേ. താങ്ക് യു കണ്ണ. ഈ ഉണ്ണിച്ചേക്കൻ ഉണ്ടാവുമ്പോൾ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് തരുന്നുണ്ട്. ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യും. കാരണം ഇതിന് മുൻപ് ഒരു കീ ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. കീ ചെയിനല്ല, ഒരു സംഭവം ഉണ്ടായിരുന്നു. താങ്ക് യു കേട്ടോ കണ്ണ. ഓക്കെ, ഇവനൊരു പേര് ഇറണല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇടാട്ടോ, ആലോചിക്കട്ടെ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അത് ഇതവൻ അച്ചുട്ടിക്ക് വാങ്ങിയതാണ്. എൻ്റെ അടുത്ത് രണ്ടിലേത് വേണം ചില എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആനക്കുട്ടീനെ എടുത്തത്. ഓക്കെ.